السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهذا كتاب أنزلناه مبارك مصدق الذي بين يديه ولتنذر أم القرى ومن حولها والذين يؤمنون بالآخرة يؤمنون به وهم على صلاتهم يحافظون. وهذا كتاب أنزلناه مبارك مصدق الذي بين يديه ولتنذر أم القرى ومن حولها والذين يؤمنون بالآخرة يؤمنون به وهم على صلاتهم يحافظون. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിന്റെ കാരുണ്യവും രക്ഷയും സമാധാനവും അവന്റെ റഹ്മത്തും ബർക്കത്തും ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും പടച്ച റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 51-ാമത് ക്ലാസ്സിൽ 92-ാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ ഇന്ന് ഓതി തുടങ്ങുന്നത്. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകും മുസദ്ദിഖുൽ ലദീ ബൈന യദൈഹി. വഹാദാ ഇത് കിതാബുൻ ഒരു ഗ്രന്ഥമാണ്. അൻസൽനാഹു നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. മുബാറക്കുൻ അത് നന്മ നിറഞ്ഞ ഗ്രന്ഥമാണ്. മുബാറക്കുൻ നന്മ നിറഞ്ഞ ഇത്, ബർക്കത്തുള്ളത്. മുസദ്ദിഖുൽ ലദീ ബൈന യദൈഹി അതിന്റെ മുമ്പുള്ള വേദത്തെ ശരിവെക്കുന്നതത്രേ അത്. മുസദ്ദിഖു സിദ്ഖ്, മുസദ്ദിഖുൻ ശരിവെക്കുന്നത്. അല്ലദീ ബൈന യദൈഹി അതിന്റെ മുമ്പുള്ള ഗ്രന്ഥത്തെ ശരിവെക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥം ഇതാ നിങ്ങളുടെ കൈകളിൽ. ഇപ്പൊ നമ്മുടെ കൈകളിൽ ഇപ്പോൾ ഉള്ളത്, നമ്മൾ പിടിച്ചിരിക്കുന്നത്, നമ്മൾ പാരായണം ചെയ്യുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദഗ്രന്ഥം എന്നത് മുബാറക്കായ ഒരു ഗ്രന്ഥമാണ്. നന്മ നിറഞ്ഞ ബർക്കത്തുള്ള ഒരു ഗ്രന്ഥമാണ്. മാത്രല്ല, ഇത് കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. അതിലുള്ള നന്മകൾ എന്താണോ ആ നന്മകളൊക്കെ ഈ വിശുദ്ധ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനിലുണ്ട്. ഒന്ന്, അപ്പൊ ഈ ഗ്രന്ഥം അനുഗ്രഹീതമാണ്. രണ്ട്, കഴിഞ്ഞ വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു വേദഗ്രന്ഥമാണ് നിങ്ങളുടെ കൈകളിലുള്ളത്. അതാണ് നാം അവതരിപ്പിച്ചിരിക്കുന്നത്. വലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹാ ഉമ്മുൽ ഖുറയെയും, മാതൃനഗരി ഉമ്മുൽ ഖുറ, ഖറിയത്തുകളുടെ ഉമ്മയായ, ഖറിയത്തിൻ ഗ്രാമം, നഗരം, അൽ ഖുറ നഗരങ്ങളുടെ രാജ്യങ്ങളുടെയൊക്കെ ഉമ്മ ആയ, മാതാവായ
ഉമ്മുൽ ഖുറ മാതൃനഗരി, അവരെ മുന്നറിയിപ്പ് നൽകാൻ, ആ നാടിനെ മുന്നറിയിപ്പ് നൽകാൻ, ഉമ്മുൽ ഖുറയെ മുന്നറിയിപ്പ് നൽകാൻ, വമൻ ഹൗലഹ, വമൻ ഒരാളെയും, ഹൗലഹ അതിന്റെ ചുറ്റുഭാഗത്ത് ഉള്ള, ഹൗല ചുറ്റുഭാഗം, ഹൗലഹ ആ ഉമ്മുൽ ഖുറയുടെ ചുറ്റുഭാഗത്തുമുള്ള. ഉമ്മുൽ ഖുറ നമുക്കറിയാം ഏതാണ്, മക്ക നഗരിയെ സംബന്ധിച്ചാണ് പറയുന്നത്. അതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് മക്ക ഉമ്മുൽ ഖുറയായത്? നഗരങ്ങളുടെ നാടുകളുടെയൊക്കെ മാതാവായത് എന്താണ്? എല്ലാവരും അവലംബിക്കുന്ന ഒരു, മക്കളെല്ലാവരും അവലംബിക്കുന്ന ഒരു കേന്ദ്രമാണല്ലോ അവരുടെ ഉമ്മ. അതേപോലെ എല്ലാ നാടുകളും അവലംബിക്കുന്ന, ആശ്രയിക്കുന്ന, എല്ലാ നാട്ടിൽ നിന്ന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമം, ഒരു പ്രദേശമാണ് മക്ക എന്നുള്ളത്. വല്ലദീന യുഅ്മിനൂന ബിൽ ആഖിറതി യുഅ്മിനൂന ബിഹി. അപ്പൊ ഈ വേദഗ്രന്ഥത്തെ സംബന്ധിച്ച് എന്തൊക്കെ പറഞ്ഞു? ഒന്ന് മുബാറക്കാണെന്ന് പറഞ്ഞു, രണ്ട് മുസദ്ദിഖുൽ ലദീ ബൈന യദൈഹി എന്ന് പറഞ്ഞു, മൂന്ന് വലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹാ, തുൻദിറ മുന്നറിയിപ്പ് നൽകുക, മൂന്നെണ്ണം പറഞ്ഞു. നാലാമത്തത് വല്ലദീന യുഅ്മിനൂന ബിൽ ആഖിറതി യുഅ്മിനൂന ബിഹി, പരലോകത്തിൽ വിശ്വാസമുള്ള ആളുകൾ ഇതിനെയും വിശ്വസിക്കും. പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നത്. പരലോകത്ത് വിശ്വസിച്ചില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന ആളുകളാവില്ല അവർക്കതിന് സാധിക്കൂല. യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥത്തെ വിശ്വസിക്കുന്നവർ വല്ലദീന യുഅ്മിനൂന ബിൽ ആഖിറതി, ഈ നശ്വരമായ ജീവിതത്തിന് ശേഷം വേറെയും ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നത്. അപ്പൊ എത്ര കാര്യമായി ഖുർആനെ സംബന്ധിച്ച്? വഹാദാ കിതാബുൻ, ഇതാ നിങ്ങളുടെ കൈകളിൽ ഒരു ഗ്രന്ഥം ഇതാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്ന് ഓർക്കല്ലോ, കഴിഞ്ഞില്ല. വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, ഈ പറയപ്പെട്ട ആളുകൾ പരിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ വേദഗ്രന്ഥത്തിന്റെ ആളുകൾ അലാ സ്വലാത്തിഹിം, അവരുടെ പ്രാർത്ഥനകളിൽ, അവരുടെ നമസ്കാരങ്ങളിൽ, യുഹാഫിളൂൻ, ഹിഫ്ള് ചെയ്യുന്നവരാണ്, ഹാഫിളീങ്ങളാണ്. അവരുടെ നമസ്കാരത്തിൽ അവർ ഹാഫിളീങ്ങളാണ്, സൂക്ഷിച്ചു വരുന്നവരാണ്, ശ്രദ്ധിച്ചു വരുന്നവരാണ്. ഓർമ്മയുണ്ടാകും, അവർക്ക് ചെയ്യാൻ ഓർമ്മ ഉണ്ടാകും. അതതിന്റെ സമയങ്ങളിൽ, സന്ദർഭങ്ങളിലൊക്കെ സൂക്ഷിച്ചു വരുന്ന ആളുകളുമാണ്. അപ്പൊ മനസ്സിലായല്ലോ എത്ര കാര്യങ്ങൾ പറഞ്ഞു. മുബാറക്കാണെന്ന് പറഞ്ഞു, മുസദ്ദിഖുൽ ലദീ ബൈന യദൈഹി എന്ന് പറഞ്ഞു, വലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹാ എന്ന് പറഞ്ഞു. നാലാമതായി വല്ലദീന യുഅ്മിനൂന ബിൽ ആഖിറതി യുഅ്മിനൂന ബിഹി, പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഈ വേദഗ്രന്ഥത്തിലും വിശ്വസിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അഞ്ചാമതായി അങ്ങനെ ഈ വേദഗ്രന്ഥത്തിന്റെ ആളുകളായ അവർ ഒക്കെ അവരുടെ നമസ്കാരങ്ങളിൽ, അവരുടെ പ്രാർത്ഥനകളിൽ ഒക്കെ മുറപ്രകാരം സൂക്ഷിച്ചു പോരുന്ന ആളുകളാണ് എന്നും കൂടെ പറഞ്ഞു. മനസ്സിലായല്ലോ? ശരി, ചെറിയൊരു വിശദീകരണത്തിലേക്ക് പോകാം. ഈ ആയത്തിന്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വഹാദാ കിതാബുൻ അൻസൽനാഹു, ഇത് നമ്മൾ പറഞ്ഞതാണ്. അൻസല എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഇറക്കിയ, നാം അവതരിപ്പിച്ച വേദഗ്രന്ഥം എന്ന് പറഞ്ഞ അൻസലയും വേറെ ചില ഭാഗങ്ങളിൽ നസ്സല എന്ന് പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ച് നമ്മൾ പല സൂറകളും ഇതേപോലെ പഠിച്ചപ്പോ, പല ആയത്തുകളും പഠിച്ചപ്പോ നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയതാണ്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എങ്കിലൊന്ന് പറഞ്ഞു പോകാം. അൻസല എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ മൊത്തമായി ഒന്നിച്ച് അവതരിച്ചതിനെ സംബന്ധിച്ചാണ് അൻസല എന്ന് പറയാ.
അതെവിടുന്ന് അവതരിച്ചത്? ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ഒന്നിച്ച് അവതരിപ്പിച്ചതിനെ പറ്റിയാണ് അൻസല എന്ന് പറയുന്നത്. നസ്സല എന്ന് പറഞ്ഞത് അവിടെ നിന്ന് ഒന്നാം ആകാശത്ത് നിന്ന് ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ച് കുറച്ച് ഇങ്ങനെ അവതരിച്ചതിനാണ് നസ്സല എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അത് സംബന്ധമായിട്ട് വന്ന ആയത്തുകളാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ എന്ന് പറഞ്ഞ ഈ ആയത്തിലുള്ള അൻസല, വഹാദാ ദിക്റുൻ മുബാറകുൻ അൻസൽനാഹു അഫഅൻതും ലഹു മുൻകിറൂൻ. ഇത് ദിക്ർ, ഈ ദിക്ർ ഇതാ നിങ്ങളുടെ കൈകളിൽ അനുഗ്രഹീതമായ ബർക്കത്തുള്ള നന്മ നിറഞ്ഞ ഒരു ദിക്റാണിത്. അൻസൽനാഹു, നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ. വളരെ ബർക്കത്തുള്ള ഒരു രാത്രിയിലാണ് നാം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ ആ അവതരണമൊക്കെ എന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നിച്ച് ഈ വേദഗ്രന്ഥം ഒന്നാം ആകാശത്തിലേക്ക് അവതരിപ്പിച്ച ആ അവതരണമാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. അപ്പൊ ഇത് അനുഗ്രഹീതമായ ഒരു വേദഗ്രന്ഥമാണ് എന്ന് പറഞ്ഞു. അത് അവതരിച്ച രാത്രി മുബാറക്കത്താണ് എന്ന് പറഞ്ഞു. അത് അവതരിച്ച രാത്രി 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാത്രിയാണ് എന്ന് പറഞ്ഞു. അതൊക്കെ എന്ന് പറയുന്നത് ഈ മഹത്തായ ഗ്രന്ഥം അള്ളാഹു ഒറ്റത്തവണയായി ഒന്നിച്ച് ഒന്നാം ആകാശത്തിലേക്ക് ഇറക്കിയതിനെ സംബന്ധിച്ചാണ് അവിടങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടുള്ള അവതരണം വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമക്ക് നാം ഇറക്കിക്കൊടുക്കുന്നത് എന്നാ പറഞ്ഞത്. അതിൽ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. ഇതിലുള്ള ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ. നിങ്ങൾക്ക് ആരെയെങ്കിലും കൂട്ടുപിടിക്കാനുണ്ടെങ്കിൽ അവരെയൊക്കെ കൂട്ടുപിടിച്ചോളൂ. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ അതല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ അവിടെ നസ്സല എന്ന് പറഞ്ഞപ്പോ അലാ അബ്ദിന എന്ന് പറഞ്ഞു. തന്റെ അടിമക്ക്, നമ്മുടെ അടിമക്ക് പ്രവാചകന് ഇറക്കിക്കൊടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞതിൽ നിന്ന് നമുക്കെന്ത് ബോധ്യപ്പെട്ടു? അത് ഒന്നാം ആകാശത്ത് നിന്ന് ഓരോ സന്ദർഭങ്ങളിലായി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് നസ്സല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ബോധ്യായി. അങ്ങനെ കുറെ ആയത്തുകളിൽ വന്നിട്ടുണ്ട്. ഈ സൂറത്തുൽ അൻആമിൽ തന്നെ നേരത്തെ നമ്മൾ പഠിച്ചു പോയതാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. രണ്ടും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. തുടക്കത്തില് വഹാദാ കിതാബുൻ, ഇതാ വിശ്വാസികളെ നിങ്ങളുടെ കൈകളിൽ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകതകൾ കുറെ എണ്ണം നിങ്ങൾ കണ്ടില്ല, മനസ്സിലാക്കിയില്ലേ? അത് ഏറ്റവും പരമപ്രധാനമായി നിൽക്കുന്നത് അത് വല്ലാത്ത അനുഗ്രഹീതമായ നന്മ നിറഞ്ഞൊരു ഗ്രന്ഥമാണ് എന്നാണ്. ബർക്കത്തുള്ള ഒരു ഗ്രന്ഥമാ. അത് ഓതിയാൽ ബർക്കത്താണ്, അത് പഠിച്ചാൽ ബർക്കത്താണ്, അതിന്റെ കൂടെ പോയാൽ ബർക്കത്താണ്. ആ ഖുർആനിനെ സ്നേഹിച്ചാൽ, പരിശുദ്ധ ഖുർആനിന്റെ ആളുകളായാൽ, അഹ്ലുൽ ഖുർആൻ ആയാൽ, ആ അഹ്ലുൽ ഖുർആന്റെ ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടാൽ, എങ്ങനെ ആയിരുന്നാലും പരിശുദ്ധ ഖുർആൻ എന്നത് വല്ലാത്തൊരു ബർക്കത്ത്, നന്മ നിറഞ്ഞ ഗ്രന്ഥമാണ് എന്നാണ് ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഒന്നാമതായി പറയാനുള്ളത്. ഇതേപോലെ വേറൊരു ഗ്രന്ഥത്തെ സംബന്ധിച്ച് പറയാൻ കഴിയോ? നന്മ നിറഞ്ഞൊരു ഗ്രന്ഥം എന്ന് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഏതെങ്കിലും പുസ്തകങ്ങളെ സംബന്ധിച്ച് എങ്ങനെ കൃത്യമായിട്ട് പറയാൻ സാധിക്കോ? ഇല്ലല്ലോ. അപ്പൊ റബ്ബ് തന്നെ നമുക്ക് പറഞ്ഞു തരിക, ഇത് ഏറെ നന്മ നിറഞ്ഞ ബർക്കത്തുള്ള ഒരു ഗ്രന്ഥമാണ് കേട്ടോ. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് എന്താ. ആ ബർക്കത്ത് അള്ളാഹു നൽകിയ നിഅമത്തുകളിൽ, റഹ്മത്തുകളിൽ ആ ബർക്കത്ത് അവതരിച്ചാൽ, ബർക്കത്ത് ഉണ്ടായാൽ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, നിഅമത്തുകൾ ഉണ്ടായല്ലോ. ആ നിഅമത്തുകളിൽ അള്ളാഹുവിന്റെ ബർക്കത്തും കൂടെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് കുറച്ചേ അല്ലെങ്കിൽ അത് കൂടുതൽ ഉണ്ടാകും, നമുക്ക് കൂടുതൽ ഉള്ളതായിട്ട് അനുഭവപ്പെടും. അതൊരിക്കലും പോരായ്മ വന്നതായിട്ട് തികയുന്നില്ലല്ലോ എന്നൊരു മാനസികമായ പ്രയാസം നമുക്കുണ്ടാവില്ല. നമ്മുടെ അടുത്ത് കുറെ ഉണ്ടെങ്കിൽ,
കുറെ സംഗതികൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിൽ ബർക്കത്തും കൂടെ ഉണ്ടെങ്കിൽ എന്താ, അത് കറക്റ്റായിട്ട് ശരിയായ വഴിയിൽ അത് ഉപയോഗപ്പെടുത്താനും ഉപകാരപ്പെടുത്താനും അതുകൊണ്ട് നമുക്ക് സാധിക്കും. അതാണ് അതിന്റെ പ്രത്യേകതയായി മനസ്സിലാക്കേണ്ടത്. മനസ്സിലായല്ലോ? അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കാനും അറിയാനും നമുക്ക് ഇത് ജീവിതത്തിൽ പുലർത്താനും പടച്ച റബ്ബ് നമ്മെ തുറക്കുമാറാകട്ടെ. അപ്പൊ നമ്മള് ഈ ഗ്രന്ഥം ഇതിനെ പറ്റി പറയാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാല്, ഈ വേദഗ്രന്ഥത്തെ പരിശുദ്ധ ഖുർആനിനെ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ആയത്തിൽ നമ്മൾ കണ്ടു അള്ളാഹു ഒരാൾക്ക് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇത് മുഹമ്മദ് വെറുതെ പറയുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകൾക്കുള്ള മറുപടി ആയിക്കൊണ്ടാണ് ഖുർആൻ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നത്. അതല്ല, അങ്ങനെയല്ല. ഒരു മനുഷ്യനും യാതൊന്നും അവതരിപ്പിച്ചു കൊടുക്കുകയുണ്ടായിട്ടില്ലെന്ന് പറയുന്നത് കളവാണ്. മൂസാ നബി അലൈഹിസ്സലാമക്ക് തൗറാത്ത് നൽകിയ കാര്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ആയത്തിൽ വിശദീകരിച്ചു പോയല്ലോ. അതേപോലെ അള്ളാഹു അവതരിപ്പിച്ച ഒരു വേദഗ്രന്ഥം തന്നെയാണ് നിങ്ങളുടെ കൈകളിലുള്ളത്. അൻസൽനാഹു മുബാറക്കുൻ, ഏറെ അനുഗ്രഹീതമായി അള്ളാഹു അവതരിപ്പിച്ച ഒരു വേദഗ്രന്ഥമാണിത്. അതാണ്, അങ്ങനെയുള്ള ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ എന്നും അത് നന്മകൾ നിറഞ്ഞ അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ്. മുൻ വേദഗ്രന്ഥങ്ങൾക്ക് സത്യസാക്ഷ്യം വഹിക്കുന്നതാണ്. മക്കാ നിവാസികളെയും മക്കയിലെയും ചുറ്റുഭാഗങ്ങളിലെയും ആളുകളിൽ നിവസിക്കുന്ന ആളുകൾക്ക് താക്കീത് നൽകാനുള്ളതാണ് എന്നിങ്ങനെയാണ് ആ ഖുർആൻ അങ്ങനെ പിന്നെ അവിടെ വിശദീകരിച്ചു പോകുന്നത്. ഒരുപാട് വിഷയങ്ങളിലേക്ക് ഈ ആയത്ത് കടന്നുപോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഈ ഐഹിക ജീവിതത്തിന് വേണ്ടി പാരത്രിക ജീവിതം കൂടിയുണ്ട്. ഈ ഐഹിക ജീവിതത്തിന് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട മറ്റു ചില സംഗതികൾ എന്നുള്ള നിലക്ക് പാരത്രിക ജീവിതത്തെ സംബന്ധിച്ച് ബോധമുള്ള വിശ്വാസികളായിരിക്കണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ നമസ്കാരവും ഭയഭക്തിയും പ്രാർത്ഥനയുമൊക്കെ അർപ്പിക്കുന്ന ആളുകളാകണം എന്ന കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അതിലുള്ള ചില പദങ്ങൾ കൂടെ എടുത്ത് പരിശോധിക്കുക. മുബാറക്കുൻ നമ്മൾ പറഞ്ഞു, മുബാറക്കുൻ എന്ന കസീറുൽ മനാഫി വൽ ഫവായിദ് എന്നാണ്. ധാരാളം ഉപകാരങ്ങളുള്ള, ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്ന സംഗതിക്കാണ് മുബാറക്കുൻ എന്ന് പറയുക. അൽ ബറക്കത്ത് എന്ന് പറഞ്ഞ അന്നമാ വസിയാദ, വളർച്ചയുള്ളത്, അധികം കിട്ടുന്നത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ കസീറൻ ഖൈറുഹു, ധാരാളം നന്മകളുള്ളത്. ദായിമുൻ ബറക്കത്തുഹു, അത് ആ നന്മകൾ സ്ഥിരമായിട്ട് നിലനിൽക്കുന്നത്. വമൻഫഅത്തുഹു, അതിന്റെ ഉപകാരങ്ങൾ. യുബശ്ശിറു ബിസ്സവാബി വൽ മഗ്ഫിറത്തി, നന്മ നൽകാം, പ്രതിഫലം നൽകാം, പാപമോചനം നൽകാം എന്നൊക്കെ സന്തോഷ വാർത്ത അറിയിക്കുന്നത്. അതേപോലെ കുറ്റകരമായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായി ബോധം നൽകുന്നത്. അങ്ങനെയുള്ള ഒരു വേദഗ്രന്ഥമാണ് മുബാറക്കായ വേദഗ്രന്ഥം എന്ന് പറയുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ഗ്രന്ഥം അനുഗ്രഹീതമാണ്. മനുഷ്യന്റെ ക്ഷേമത്തിന്, അവന്റെ മോക്ഷത്തിന് വേണ്ടിയുള്ള ഉത്തമ തത്വങ്ങൾ ഇതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചു പോകുക കേട്ടോ. എന്തുകൊണ്ടാണ് അനുഗ്രഹീതമായത്? മനുഷ്യന്റെ ക്ഷേമം എന്താണ്, മോക്ഷം എന്താണ്, അതിനൊക്കെ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഈ വേദഗ്രന്ഥത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. സുബദ്ധമായ, തീർത്തും സത്യമായ, അബദ്ധങ്ങളില്ലാത്ത ആദർശ വിശ്വാസാണ് ഇതിലുള്ളത്. നന്മയിലേക്കുള്ള പ്രോത്സാഹനം നൽകുന്നു. ഉത്കൃഷ്ടമായ ധർമ്മങ്ങളെ സംബന്ധിച്ച്, പരിശുദ്ധമായ ജീവിതം നയിക്കേണ്ട മാർഗദർശനങ്ങളെ സംബന്ധിച്ചൊക്കെ ഈ വേദഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട്, അങ്ങനെയുള്ള വിഷയങ്ങളെ കൊണ്ടാണ് ഈ വേദഗ്രന്ഥം അനുഗ്രഹീതമാണ് എന്ന് പറയുന്നത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്.
ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ. അങ്ങനെ ഈ വേദഗ്രന്ഥത്തെ സംബന്ധിച്ച് മുബാറക്കാണ്, അനുഗ്രഹീതമാണ് എന്ന് പറയുന്ന ഒട്ടേറെ ഭാഗങ്ങൾ ഉണ്ട് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു, കൂടെ വിശദീകരിക്കുന്നില്ല. ഇമാം റാസി അദ്ദേഹത്തിന്റെ വിശുദ്ധ ഈ ഖുർആനിന്റെ പരിഭാഷയിൽ, അതിന്റെ വിശദീകരണത്തിൽ, തഫ്സീറിൽ അദ്ദേഹം പറയുന്ന ചില ഉദ്ധരണികളുണ്ട്. അതും കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇമാം ഫഖ്റുദ്ദീൻ അർ റാസി പറയുന്ന ചില കാര്യങ്ങൾ. കിതാബുൻ മുബാറക്കുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ, വഅഖൂലു അൽ ഉലൂമു ഇമ്മാ നദരിയത്തുൻ വഇമ്മാ അമലിയത്തുൻ. സാധാരണ ഇൽമു എന്ന് പറയുന്നത് ബുദ്ധിപരമായ ചില അറിവുകളുണ്ട്, സൈദ്ധാന്തികമായ ചില അറിവുകളുണ്ട്. അങ്ങനെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അമലിയായ അവന്റെ പ്രായോഗികമായ ചില അറിവുകളുണ്ട്, അതേപോലെ ബുദ്ധിപരമായ സൈദ്ധാന്തികമായ ചില അറിവുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണല്ലോ ഇൽമുള്ളത്. പരിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് വഅമ്മൽ ഉലൂമുൻ നദരിയ്യ, ബുദ്ധിപരമായി ചിന്താപരമായുള്ള വിജ്ഞാനങ്ങളെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചാൽ, فأشرفها وأكملها معرفة ذات الله وصفاته وأفعاله وأحكامه وأسماعه. പടച്ചവന്റെ സിഫത്തുകൾ, അവന്റെ ദാത്ത്, അവന്റെ പ്രവർത്തികൾ, അവന്റെ ഹുക്കുമുകൾ, അവന്റെ പേരുകൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത്. ഈ വേദഗ്രന്ഥത്തിലൂടെ നമുക്ക് അതിന് സാധ്യമാകുന്നു. വലാ തറ ആദിഹിൽ ഉലൂമ അക്മല വലാ അശ്റഫ മിമ്മാ തജിദുഹു ഫീ ഹാദൽ കിതാബ്. ഈ ഗ്രന്ഥത്തിൽ കാണുന്നതിനേക്കാൾ കൂടുതലായി അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹുവിന്റെ ദാത്തും സിഫാത്തും അഫ്ആലും അഹ്കാമും അസ്മാഉം പടച്ചവനെ സംബന്ധിച്ച് അറിയാനുള്ള അറിവുകൾ വേറെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? രണ്ടാമത്തത് പ്രായോഗികമായ ഇൽമാണ്, പ്രായോഗികമായ അറിവുകളാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്മ അമാലുൽ ജവാരിഹ് വഇമ്മ അമാലുൽ ഖുലൂബ്. ഒന്നുകിൽ അവന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന, കൈ കൊണ്ട് കാലുകൊണ്ടൊക്കെ ചെയ്യുന്ന പ്രവർത്തികൾക്കാണ് ഉണ്ടാവുക. വഇമ്മ അമാലുൽ ഖുലൂബ്, അല്ലെങ്കിൽ അവന്റെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ചില പ്രവർത്തികൾ ഉണ്ടാകും. ഇതൊക്കെയാണ് അവന്റെ ജീവിതം ശുദ്ധീകരിക്കപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ. അതും തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ മനുഷ്യന് മനസ്സിലാക്കാൻ ഈ വേദഗ്രന്ഥത്തിലല്ലാതെ മറ്റെവിടെയാണ് സാധിക്കുക? വലാ തജിദു ഹാദൈനിൽ ഇൽമൈനി മിസ്ല മാ തജിദുഹു ഫീ ഹാദൽ കിതാബ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണപ്പെടുന്നത് പോലെ മറ്റെവിടെയാണ് നിങ്ങൾക്ക് ആ വിജ്ഞാനങ്ങളും കാണാൻ സാധിക്കുക? അപ്പൊ എങ്ങനെ നോക്കിയാലും, ബുദ്ധിപരമായ അവന്റെ സൈദ്ധാന്തികമായ വിവരങ്ങൾ എന്താണ് എന്ന് നോക്കിയാലും, അവന്റെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരേണ്ട അവന്റെ അവയവങ്ങളെ കൊണ്ട്, അവന്റെ ഹൃദയം കൊണ്ടൊക്കെ പ്രവർത്തിക്കേണ്ട അമലുകളെ സംബന്ധിച്ചൊക്കെ പരിശോധിച്ചു നോക്കിയാലും ഈ വേദഗ്രന്ഥത്തിലുള്ളതിനേക്കാൾ കൂടുതലായി മറ്റെവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടാനില്ല എന്ന് ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നതായി കാണുന്നു. മറ്റു ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് ഖുർആൻ ഒരുപക്ഷെ വളരെ ചെറുതാണ്. ഇതിനേക്കാൾ പേജുകളുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഒരുപാട് പേജുകളിൽ ആണ് പല ഗ്രന്ഥങ്ങളും, അല്ലെങ്കിൽ കുറെ വാള്യങ്ങളിലാണ് പല ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പരിശുദ്ധ ഖുർആനിൽ അടങ്ങിയ നന്മയും നീതിയും അനുഗ്രഹങ്ങളും മതവിധികളും വിവിധ രഹസ്യങ്ങളും അത്ഭുതങ്ങളും മോചിതത്വങ്ങളും ഒക്കെ ഈ ഗ്രന്ഥത്തെക്കാൾ കൂടുതലായി എവിടെയാണ് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുക? ആയിരക്കണക്കിന് തഫ്സീറുകളാണ് ഈ വേദഗ്രന്ഥത്തിനെ വിശദീകരിച്ചുകൊണ്ട് എഴുതപ്പെട്ടത്. നമ്മൾ പറഞ്ഞതാണത്. എത്രയെത്ര തഫ്സീറുകളാണ് എഴുതിയത്, വിശദീകരണങ്ങളാണ് എഴുതിയത്. എന്നാൽ അതുകൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകളുടെ വിശദീകരണങ്ങൾ പൂർത്തിയായോ? പൂർണ്ണമായി ഹഖീഖത്ത് അൽ മുറാദ് മിനല്ലാഹ്, അള്ളാഹു ഈ ആയത്തുകൾ കൊണ്ട്, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങളെ പൂർണ്ണമായി വിശദീകരിച്ചു തീർക്കാൻ ഈ മുഫസ്സിറുകൾക്ക് ഈ തഫ്സീറുകളിലൂടെ സാധ്യമായിട്ടുണ്ടോ? ഇല്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ആ നൂറ്റാണ്ടിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള തഫ്സീറാണ് റസൂല് പോലും നൽകിയത്.
ബാക്കിയൊക്കെ അവിടെ ബാക്കിയായി തന്നെ നിൽക്കുകയാണ്. റസൂലിന്റെ തഫ്സീർ മാത്രം മതി എന്ന് റസൂല് പറഞ്ഞോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരായ ആളുകൾ പരിശുദ്ധ ഖുർആനിന് തഫ്സീർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ കാലത്ത്, കഴിഞ്ഞ നൂറ്റാണ്ടിൽ കുറെ തഫ്സീറുകൾ എഴുതി. ഇനി അങ്ങോട്ട് തഫ്സീറുകൾ എഴുതിക്കൂടെ? എഴുതണ്ടേ? എഴുതണം. ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ഇതിന് പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള ചിന്തയും അതേപോലെ തഫ്സീറുമൊക്കെ എഴുതാനുള്ള അവസരങ്ങൾ ബാക്കിയായിക്കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അത്ര ഏറെ വിശാലമാണ്. അനുഗ്രഹീതമായ ഈ ഗ്രന്ഥത്തിന്റെ വിശദീകരണങ്ങൾ പോലും എഴുതി കഴിഞ്ഞിട്ടില്ല. എത്രയെത്ര തഫ്സീറുകളാണ് ലോകത്ത് ഇറങ്ങിയത്. എന്നാൽ ഇന്നും പുതിയ പുതിയ തഫ്സീറുകളും വിശദീകരണങ്ങളും പുതിയ കാര്യങ്ങളുമൊക്കെ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ. ശാസ്ത്രീയമായി നമ്മൾ ഇന്ന് കണ്ടെത്തുന്ന പല കാര്യങ്ങളും യുകവ്വിറുൽ ലൈല അലൻ നഹാരി വ യുകവ്വിറുൻ നഹാറ അലൽ ലൈൽ എന്ന്, ലൈല് നഹാറിനെ ചുറ്റിപ്പൊതിയുന്നു, നഹാറ് ലൈലിനെ, പകൽ രാത്രിയെ ചുറ്റിപ്പൊതിയുന്നു എന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങൾ ഭൂമിയുടെയും സൂര്യന്റെയും സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ആയത്താണ് എന്ന് പിൽക്കാലത്താണ് മനസ്സിലാകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് കുറെ കാലം കഴിയുമ്പോഴാണ് അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കാലം കഴിയുമ്പോ അതിനെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു വേദഗ്രന്ഥമാണ്. അപ്പൊ ഏറെ നന്മ നിറഞ്ഞ ഒരു വേദഗ്രന്ഥമാണ് നമ്മുടെ കൈകളിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇത് പറഞ്ഞു പോയതാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ ഇവിടെ പ്രസക്തമായതുകൊണ്ട് പറയാണ്. അന്ന സഹാബത്ത റിദ്വാനുല്ലാഹി അലൈഹിം തദാക്കറുൽ ഖുർആന ഫഖാല. ഖുർആനെ സംബന്ധിച്ച് ചിന്തിച്ച് പല അഭിപ്രായങ്ങളും പല നിലക്കും അതിനെ വിലയിരുത്തിക്കൊണ്ട് സഹാബത്ത് സംസാരിക്കാറുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രഗത്ഭമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യം, ഖറഅത്തുൽ ഖുർആന മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി. ഞാൻ പരിശുദ്ധ വേദഗ്രന്ഥം ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു, വായിച്ചു, മനസ്സിലാക്കി. ഫലം അറഫീഹി ആയത്തൻ അർജാ വഹ്സനൻ. ഏറ്റവും പ്രതീക്ഷ വെക്കാവുന്നത് ഏറ്റവും നന്മ നിറഞ്ഞതുമായിട്ടുള്ള ഒരായത്ത് കുൽ കുല്ലും യഅമലു അലാ ശാക്കിലത്തിഹി എന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്ന് എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിനെ മൊത്തത്തിൽ വിലയിരുത്തിയിട്ട് ഒരായത്തിന്റെ ശകലെടുത്തിട്ട് അദ്ദേഹം പറയാ, ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരായത്ത് ഖുർആനിലില്ല. അത് എന്താ അതിനർത്ഥം? പറയുക, ഓരോരുത്തരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവന് അനുസരിച്ചാണ്, അവർക്കനുസരിച്ചാണ്. ആ അവരുടേതായ ചില രൂപങ്ങളും ശൈലികളിലുമാണ് എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുക, ഫഇന്നഹു ലാ യുശാക്കിലു ബിൽ അബ്ദി ഇല്ലൽ ഇസ്യാൻ. ഓരോ അടിമക്കും തെറ്റ് ചെയ്യാനല്ലാതെ മറ്റെന്തിനാ അറിയാ? അവന്റെ പ്രകൃതം തെറ്റ് ചെയ്യാന്നല്ലേ? അവൻ അങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വലാ യുശാക്കിലു ബിർ റബ്ബ് ഇല്ലൽ ഉഫ്റാൻ. എന്നാൽ റബ്ബിന്റെ ഒരു പ്രകൃതം ഉണ്ട്. അതെന്താ? ആ റബ്ബിന് പുറത്തു കൊടുക്കാനല്ലാതെ മറ്റെന്തിനാ അറിയാ? റബ്ബിന്റെ പ്രകൃതം എന്നത് പുറത്തു കൊടുക്കലാണ്. മനുഷ്യൻ തെറ്റ് ചെയ്യുന്നവനാണ്. അവന് തെറ്റ് ചെയ്യാനല്ലാതെ മറ്റെന്തിനാ അറിയാ? പക്ഷെ അതോടൊപ്പം റബ്ബ് മഗ്ഫിറത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് റബ്ബ് അങ്ങനെയുള്ള പാപങ്ങൾ എമ്പാടും പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് ഈ ആയത്തിനെ വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ചിന്ത അവതരിപ്പിച്ചതായിട്ട് വിശദീകരിക്കപ്പെടുന്നുണ്ട്. വഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് പണ്ഡിതന്മാർ അവരുടെ തഫ്സീറുകളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിനെ വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയാ, ഖറഅത്തുൽ ഖുർആന മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി ഫലം അറ ഫീഹി ആയത്തൻ അർജാ വഅഹ്സന മിൻ ഖൗലിഹി തആല. പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ
ഞാൻ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഏറ്റവും പ്രതീക്ഷ നൽകുന്നതും ഏറ്റവും നന്മ നിറഞ്ഞതുമായ ഒരായത്ത് എനിക്ക് കാണാൻ സാധിച്ചത് ഇതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം. ഖാഫിരിൽ ദംബി വഖാബിലിത് തൗബി ശദീദിൽ ഇഖാബി ദിത് തൗൽ എന്ന് പറയുന്ന ആയത്താണ് സൂറത്തുൽ ഗാഫിർ അല്ലെങ്കിൽ സൂറത്ത് മുഅ്മിൻ എന്ന് പറയപ്പെടുന്ന സൂറത്തിന്റെ തുടക്കത്തിലുള്ള ഹമീം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം. വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനാണ് സത്യം. ഖാഫിരിൽ ദംബ്, പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്. വഖാബിലി തൗബി, തൗബ സ്വീകരിക്കുന്നവനാണ്. ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. വിശാലമായ അർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവൻ. ഇങ്ങനെയുള്ള ആ ആയത്ത് എടുത്തു വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഖദ്ദമ ഉഫ്റാന ദുനൂബ് അലാ ഖുബൂലി തൗബ. തൗബ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിന്റെ മുമ്പായി പോലും റബ്ബ് പറഞ്ഞിരിക്കുന്നത് പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്നാണ്. ഒരു മനുഷ്യരിൽ നിന്ന് ഒരു തെറ്റുണ്ടായി കഴിഞ്ഞാൽ അവൻ പിന്നീട് ചെയ്യേണ്ടത് തൗബയാണ്. അതിനുശേഷമാണ് അള്ളാഹു ആ പാപം സ്വീകരിക്കേണ്ടത്. ന്യായമായിട്ട് അങ്ങനെയല്ല വേണ്ടത്. പക്ഷെ ഇവിടെ അള്ളാഹു ഓഫിർ ദംബ്, പാപം പൊറുക്കുന്നവനാണ് എന്ന് ഒന്നാമതായി പറഞ്ഞു. രണ്ടാമതായാണ് തൗബ സ്വീകരിക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കാര്യത്തിൽ ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതിനും ശേഷമാണ് ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ട് ഈ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ആകർഷണീയമായ, അദ്ദേഹത്തെ ഏറെ ആകർഷിച്ച ആയത്ത് ഏതാണ് എന്ന് വിശദീകരിക്കേണ്ടത്. നമുക്കും വേണം ഇങ്ങനെയൊക്കെ ചിന്തകൾ കേട്ടോ. ഖുർആൻ പഠിക്കുമ്പം, നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമുക്കും വേണം, നമ്മുടെ മനസ്സിലും വേണം എന്തെങ്കിലും ഇതേപോലുള്ള ചിന്തകൾ. നമ്മൾ ആകർഷിച്ച ഏറ്റവും നല്ല ആയത്തുകൾ ഏതാണ് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാ, പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഖുർആൻ ഞാൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് പഠിച്ച് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതില് ഏറ്റവും നല്ലത്, ഏറ്റവും അഹ്സൻ വ അർജ, പ്രതീക്ഷ നൽകുന്ന, ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്ന ഏറ്റവും നല്ല ആയത്തായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ആയത്ത് നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. എന്റെ അടിമകളോട് വിളിച്ചു പറയണേ, ഞാനേറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന കാര്യം എന്റെ അടിമകളോടും എല്ലാവരോടും പറയണേ, അവരെ വിവരം അറിയിക്കണേ എന്ന ആ ഒരു കാര്യമാണ്. നബി, നമ്മൾ മെസ്സേജ് അയക്കണം, നമ്മള് എല്ലാവർക്കും പബ്ലിഷ് ചെയ്യണം, എല്ലാ ഭാഗത്തും നമ്മൾ അനൗൺസ് ചെയ്യണം, നമ്മൾ നോട്ടീസ് അച്ചടിച്ച് വലിയ പോസ്റ്റർ അച്ചടിച്ചിട്ട് നമ്മൾ പറയണം. എന്താ പറയേണ്ടത്? അല്ലാഹു ഗഫൂറാണ്, റഹീമാണ് എന്ന് നിങ്ങൾ എല്ലാരോടും പറയണേ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് ഇതിൽ ഏറ്റവും ആകർഷണീയമായി തോന്നിയത് എന്ന് മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാ. അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യം കൂടെ പറയാം. ഖറഅത്തുൽ ഖുർആന മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി ഫലമ്മ റഅയതൻ അഹ്സന വഅർജാ മിൻ ഖൗലിഹി തആല ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ നന്നായി തോന്നിയ, ഏറെ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ച ആയത്ത് എന്ന് പറയുന്നത്, എന്റെ അടിമകളോട് പറയണം കേട്ടോ, ഏത് തരത്തിലുള്ള അടിമകൾ? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അവരോട് തന്നെ അമിതമായി പ്രവർത്തിച്ചു പോയ, അവരുടെ സ്വന്തത്തോട് തന്നെ ഒരുപാട് മോശമായിട്ട് അവർ ചെയ്തു പോയ, കണ്ടമാനം അതിരുവിട്ട വിധത്തിൽ തിന്മകൾ ചെയ്തു പോയ ആളുകളോട് പറയണേ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം എന്ന ഈ ആയത്താണ് അദ്ദേഹത്തിന് കൂടുതൽ ആകർഷണീയമായി തോന്നിയത് എന്ന് അദ്ദേഹവും ഇതിനെ സംബന്ധിച്ച് വിലയിരുത്തുന്നു.
ഇത് ഉദ്ധരിക്കുന്നത് ആരാന്നറിയോ? ഇമാം ഖുർത്തുബി. ഖുർത്തുബിയുടെ തഫ്സീറുൽ ഖുർത്തുബിയിലാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ 4 ഉദ്ധരണികൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് വഖറഅത്തുൽ ഖുർആന മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി ഫലം റഅയതൻ അഹ്സന വഅർജാ മിൻ ഖൗലിഹി തആല. പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ വായിച്ചതിൽ പഠിച്ചതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഏറ്റവും സുന്ദരമായ ആയത്ത് എന്ന് പറയുന്ന അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ദുൽമ് അഥവാ ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ അവർക്കാണ് നിർഭയം. അവരാണ് ഹിദായത്തിന്റെ മാർഗത്തിൽ ഉള്ള അവർ, ഹിദായത്ത് നേടുന്നവർ. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ഒരു കാരണവശാലും ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ജീവിതത്തിൽ നിർഭയമുണ്ടാവുക. അവരാണ് മുഹ്തദീങ്ങളായി തീരുക, അവരാണ് നേർമാർഗം സിദ്ധിച്ചവരായി മാറുക. ഈ ഒരു ആയത്താണ് എനിക്ക് ഇമാം ഖുർത്തുബി പറയുന്നത് ഏറ്റവും നന്നായി തോന്നിയത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള ചിന്തകളും വിശദീകരണങ്ങളും ഒന്നും പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അവസാനിക്കുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം സഹാബത്ത്, പ്രമുഖരായ സഹാബത്ത് പറഞ്ഞ അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ കണ്ടത്. അത് തഫ്സീറുകളിൽ എഴുതി അവരുടെ അഭിപ്രായങ്ങൾ അതോടൊപ്പം പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ നമ്മൾ കണ്ടത്. അപ്പൊ അത്ര ബർക്കത്തുള്ള വേദഗ്രന്ഥമാണ് ഇത് എന്ന് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കുക. ഇനി മുസദ്ദിഖുല്ലദീ ബൈന യദൈഹി, കഴിഞ്ഞ കാലത്ത് വന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്ന വേദഗ്രന്ഥമാണിത്. അള്ളാഹുവിൽ നിന്ന് മുമ്പ് അവതരിച്ചിരുന്ന മാർഗദർശക പ്രമാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ഒരു മാർഗദർശനം, ഒരു അന്യമായ ഒരു മാർഗദർശനം അല്ല ഈ ഖുർആൻ മുന്നോട്ട് വെച്ചത്. തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും പേര് പറഞ്ഞിട്ടില്ലാത്ത മറ്റു വേദഗ്രന്ഥങ്ങളിലൊക്കെ വന്ന മാർഗദർശനം എന്താണോ അത് തന്നെയാണ് ഈ വേദഗ്രന്ഥത്തിലും ഉള്ളത്, ഈ പ്രമാണങ്ങളിൽ ഉള്ളത് എന്ന് അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുക. ഓരോ കാലഘട്ടത്തിലും പടച്ചവൻ അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥങ്ങളുടെ ലക്ഷ്യം, ഇതിന്റെ ലക്ഷ്യം രണ്ടും ഒന്നാ. എന്തിനാണ് പഴയ കാലങ്ങളിലൊക്കെ വേദഗ്രന്ഥം അവതരിച്ചത്? എന്താണ് അതുകൊണ്ട് ലക്ഷ്യമായിരുന്നത്? അതേ ലക്ഷ്യം തന്നെയാണ് ഈ വേദഗ്രന്ഥത്തിന്റെ ലക്ഷ്യമായും നിങ്ങൾ കാണേണ്ടത്. ഇനിയുള്ളത് വലിതുന്ദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ, ഉമ്മുൽ ഖുറയെയും ഗ്രാമങ്ങളുടെ മാതാവായ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. പാറകളും കുന്നുകളും മലകളും ഒക്കെ അങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന് വേറൊരു പ്രദേശത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ ആ മലയും കുന്നും താണ്ടിക്കടന്ന് പോകേണ്ടി വരുന്ന, അല്ലെങ്കിൽ ആ മലകളെ മുഴുവനും ചുറ്റിക്കടന്ന് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് യാത്ര ചെയ്യേണ്ടിയിരുന്ന ഒരു രാജ്യം, ആ രാജ്യമാണ് ആ ഉമ്മുൽ ഖുറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് വലിതുന്ദിറ, പ്രവാചകരെ മുന്നറിയിപ്പ് നൽകാനാ, വമൻ ഹൗലഹ, അതിന്റെ ചുറ്റുഭാഗങ്ങളിലുള്ള ആളുകൾക്കും താങ്കൾ മുന്നറിയിപ്പ് നൽകാനാണ്. ഇത് കേട്ടപ്പോ ചില ജൂതന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നു, ഖുർആൻ എന്ന് പറഞ്ഞത് മക്കയിലും അതിന്റെ ചുറ്റുവട്ടങ്ങളിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമല്ല ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനാണ്, ഞങ്ങൾക്കിതൊന്നും ബാധകല്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ബാധിക്കുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഖുർആനിന്റെ തന്നെ മറ്റ് നിർദ്ദേശങ്ങൾ കൊണ്ട്, മറ്റ് വിശദീകരണങ്ങൾ കൊണ്ട് അത് നമുക്ക് സത്യവിരുദ്ധമാണ് എന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ചുറ്റുമുള്ളവർ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതിന്റെ തൊട്ടടുത്ത പരിസര പ്രദേശങ്ങൾ ഉള്ളവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒമൻ ഹൗലഹ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചല്ല, ചുറ്റുപുറങ്ങളിലായി താമസിക്കുന്ന ഉള്ള എല്ലാ രാജ്യക്കാർക്കും എന്നാണ്. ഒരു പ്രദേശത്തെ ഒരു വലിയൊരു സംഗതിയുടെ ഒരു ചെറിയ ബിന്ദു കാണിച്ചുകൊണ്ട് ഇത് ഇതിന്റെ കേന്ദ്ര പ്രദേശമാണ്, കേന്ദ്രഭാഗമാണ് എന്ന് പറഞ്ഞ് അതിന്റെ ചുറ്റുമുള്ളത് എന്ന് പറയുമ്പോ ആ ഒരു സാധനത്തിന്റെ ചുറ്റുമുള്ള എല്ലാം പെടില്ലേ. ഒരു പിന്നെ ഫുട്ബോൾ എടുത്തിട്ട് അല്ലെങ്കിൽ വോളിബോൾ എടുത്തിട്ട് അതിലെ ഒരു ഭാഗം, ഒരു പോയിന്റ് കാണിച്ചു കൊടുത്തുകൊണ്ട്
ഈ പോയിന്റിലുള്ളതും ഇതിന് ചുറ്റുമുള്ളതും എന്ന് പറഞ്ഞാൽ അതിന്റെ മുഴുവൻ ഭാഗവും ഉൾപ്പെടില്ലേ? അങ്ങനെയുള്ള ഒരു പരാമർശമായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരോട്, യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, മനുഷ്യരെ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, നിങ്ങൾ എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ് ഞാൻ എന്ന് സൂറത്തുൽ അറാഫിലെ 158-ാമത്തെ ആയത്തിൽ വന്നിട്ടുണ്ട്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ എന്ന് സൂറത്ത് സബയിലെ 28-ാമത്തെ ആയത്തിലും വന്നിട്ടുണ്ട്. താങ്കളെ പ്രവാചകനെ നാം അയച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് മുഴുക്കയുമാണ്. കാഫത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, ബഷീറൻ വനദീറൻ മുന്നറിയിപ്പ് നൽകാനും സന്തോഷ വാർത്ത അറിയിക്കാനുമാണ് താങ്കളെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഉമ്മുൽ ഖുറ, ഒരു പക്ഷെ സംശയം ഉണ്ടാകും ആളുകൾക്ക്, ഏതാണ് ഈ ഉമ്മുൽ ഖുറ? എന്താണ് ഉമ്മുൽ ഖുറ കൊണ്ട് ഉദ്ദേശിച്ചത്? ഇവിടെ ഒരു ചെറിയൊരു സംഗതി മഹ്ദൂഫ് ഉണ്ട് എന്നാണ്, വിട്ടുകളഞ്ഞിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ ഈ ആയത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്. എന്താ? ഇത്തഫഖു അലാ അന്ന ഹാഉന മഹ്ദൂഫൻ വതഖ്ദീർ വലിതുൻദിറ അഹ്ല ഉമ്മുൽ ഖുറ. അഹ്ലുൻ എന്നൊരു വാക്ക് ഇവിടെ മഹ്ദൂഫ് ഉണ്ട്. അത് ആ അഹ്ലും എന്ന വാക്കും കൂടെ കൂട്ടിയിട്ടാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത്. ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളുടെ മാതാവ് എന്നല്ലേ വരുള്ളൂ. അഹ്ല ഉമ്മുൽ ഖുറ എന്നാ പറയേണ്ടത്. അള്ളാഹുവിന് തെറ്റിപ്പോയി എന്നല്ല, പക്ഷെ ഇവിടെ ആ അർത്ഥം കൂടെ അണ്ടർസ്റ്റുഡ് ആണ്. ഉമ്മുൽ ഖുറയിലെ ആളുകളെ മുന്നറിയിപ്പ് നൽകാനാണ് എന്ന ഒരു സംഗതി കൂടെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മക്കയാണല്ലോ ഉമ്മുൽ ഖുറ. എന്തുകൊണ്ടാണ് മക്കൾക്ക് ഉമ്മുൽ ഖുറ എന്ന പേര് വരാനുള്ള കാരണം? പണ്ഡിതന്മാർ പല നിലക്കും അതിനെ ചർച്ച ചെയ്തു. ഒന്ന്, ആ പ്രദേശങ്ങൾക്ക് ചുറ്റുപാടിൽ നിന്ന് പല രാജ്യങ്ങളും നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് പ്രവാചകന്മാർ വന്ന കഥകളില്ലേ? അതിൽ ചുറ്റുവട്ടങ്ങളിൽ ആദും സമൂദും ഗോത്രങ്ങൾ താമസിച്ച, സ്വാലിഹ് നബിയും ഹൂദ് നബിയും ഒക്കെ വന്ന, ശുഐബ് നബിയും ഒക്കെ വന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടില്ലേ? എന്നിട്ട് ആ രാജ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടതായി നമ്മൾ കേട്ടിട്ടില്ലേ? പക്ഷെ മക്ക എന്ന പ്രദേശം അപ്പോഴൊന്നും നശിപ്പിക്കപ്പെടാതെ തന്നെ നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഉമ്മുൽ ഖുറയായി അറിയപ്പെടുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അബൂബക്കർ അസം അദ്ദേഹം പറയുന്നത് ലോക ജനതയുടെ ഖിബിലയാണ്. എല്ലാ ആളുകളും അങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ബാക്കിയുള്ള രാജ്യക്കാരെല്ലാവരും തന്നെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അത് ഗ്രാമങ്ങളുടെ, മറ്റു രാജ്യങ്ങൾ ഓരോന്നും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അത് ഗ്രാമങ്ങളുടെ മാതാവായി തീർന്നിരിക്കുന്നു. മറ്റു ചില അഭിപ്രായങ്ങൾ, എല്ലാ വർഷങ്ങളിലും അവിടെ ഹജ്ജ് നടക്കുന്നു. ആ ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ ആ നാട്ടിലേക്കാണ് എല്ലാവരും പോകുന്നത്. ഏതുപോലെ യജ്തമിഉൽ ഔലാദു ഇലൽ ഉമ്മ, മക്കളെല്ലാവരും തന്റെ ഉമ്മയിലേക്ക് തിരിച്ചു വരുന്നത് പോലെ, ഉമ്മയെ സമീപിക്കുന്നത് പോലെ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഹജ്ജിന്റെ ആ വേളയിൽ അങ്ങോട്ടാണ് വരുന്നത്. അങ്ങനെയാണ് അതുകൊണ്ട് ഇത് ഉമ്മുൽ ഖുറയാകുന്നത്. അങ്ങനെ കുറെ അഭിപ്രായങ്ങൾ. മറ്റൊന്ന്, ഇത് ഉമ്മുൽ ഖുറയാകുന്നത് ഇവിടെ ആ കഅബ പണിതുയർത്തി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ലോകത്ത് ഒന്നാമതായി ഉണ്ടാക്കിയ ഭവനം എന്ന് പറയുന്നത് കഅബയാണ്. ആ കഅബ സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണ്. അതുകൊണ്ടാണ് മക്ക ഉമ്മുൽ ഖുറയായി മാറിയത്. ഇന്ന മക്കത്ത അവ്വലു ബൽദത്തിൻ സുക്കിനത്ത് ഫിൽ അർള് എന്ന് പറഞ്ഞവരുണ്ട്. ലോകത്ത് ആദ്യമായി മനുഷ്യവാസം ഉണ്ടായത് മക്കയിലാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതിലൊരു പക്ഷെ നിങ്ങൾ പഠനം നടത്തിയ ആൾക്കാരൊക്കെ എതിരെ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഞാനത് വിശദീകരിച്ചു പോവല്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടാം. പക്ഷെ അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട് എന്നുള്ള നിലക്ക് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിഷയം നമ്മൾ പറഞ്ഞു പോയി. ജൂതന്മാർ പലപ്പോഴും ഇത് മക്കക്കാർക്കും അതിന്റെ ചുറ്റുള്ള ആളുകൾക്കും ആണ് എന്ന് പറയുന്ന ആ വിശദീകരണത്തിന് മറുപടി എന്നോണം പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന കുറെ കാര്യമുണ്ട്. വാന്തിർ അശീറത്തക്കൽ അഖ്റബീൻ ഉണ്ട് ഖുർആന്റെ ഒരു ആയത്ത്. താങ്കളുടെ അടുത്ത ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുക. തങ്ങളുടെ അഖിരിബ ആയിട്ടുള്ള കുടുംബ ബന്ധക്കാരായ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന് പറയുമ്പോൾ അല്ലാത്തവർക്ക് നൽകേണ്ടതില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാവോ? ഇല്ല.
അങ്ങനെ നൽകണമെന്ന ആയത്തുകൾ വേറെ വന്നിട്ടുണ്ട്. ലിയകൂനലിൽ ആലമീന നദീറ, ലോകർക്ക് മുഴുവനും താങ്കൾ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഈ അൽ ഫുർഖാൻ, ഈ വേദഗ്രന്ഥം നിങ്ങൾക്ക് അവതരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ആ സംഗതിക്ക് പ്രസക്തി ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇവിടെ ഉമ്മുൽ ഖുറ വമൻ ഹൗലഹ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇനിയുള്ള ബാക്കി അതിന്റെ രണ്ട് ഭാഗം വളരെയേറെ വിശദീകരണങ്ങൾ അറിയിക്കുന്നതാണ്. യുമിനൂന ബിൽ ആഖിറത്തും അതേപോലെ അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ എന്നതും ഇൻഷാ അല്ലാഹ് ആയത്തിന്റെ പകുതി ഭാഗമാണ് നമ്മൾ സംസാരിച്ചത്. അടുത്ത ഭാഗവും അതിനടുത്തുള്ള ആയത്തുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിലായി നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറബ് നമ്മളുടെ ഈ പഠനവും ചിന്തയും പരിശുദ്ധ ഖുർആനിന്റെ മുമ്പിലുള്ള ഇത്രയും സമയം ചെലവഴിച്ചതുമൊക്കെ സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് റബ്ബ് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു